ഹായ് സർ, അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സ് ആയാലും റെസിഡൻഷ്യൽ ഹോംസ് ആയാലും പണിയുമ്പോൾ സിമെന്റ് മണൽ പുട്ടിക്ക് പകരം എന്തോ ഒരു ടെക്നിക്ക് സാറിന്റെ അടുത്തുണ്ടെന്ന് അറിഞ്ഞു. അതെന്താണെന്ന് അറിയാൻ വന്നതാ. ടെക്നിക്ക് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ജിപ്സം പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ചിട്ടാണെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ പറയാം. അത് തന്നെ. നമ്മളുടെ ഒരു പ്രൊഡക്റ്റാണ് DK ജിപ്സം പ്ലാസ്റ്ററിങ്. സിമെന്റ് മണല് പുട്ടി എന്നിവയ്ക്ക് ബദൽ സംവിധാനമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ് DK ജിപ്സം പ്ലാസ്റ്ററിങ്. DK ജിപ്സം പ്ലാസ്റ്ററിങ് ഉപയോഗിക്കുമ്പോൾ സിമെന്റ് മണല് പുട്ടി വരുന്ന എക്സ്പെൻസ് വളരെയധികം മാറ്റമുണ്ട്, കുറവായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ കൂളിംഗ് ആയിരിക്കും. ജിപ്സം പ്ലാസ്റ്ററിങ് DK ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്ത റൂമുകളെല്ലാം വളരെ കൂളിംഗ് ആയിരിക്കും. ഓക്കെ സർ, അപ്പോൾ ഒരു ബാഗ് ജിപ്സം എത്ര ക്വാണ്ടിറ്റി ആണ് വരുന്നത്? അതുപോലെ നമുക്ക് ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് യൂസ് ചെയ്യാൻ പറ്റും? നമുക്ക് DK ജിപ്സം പ്ലാസ്റ്റർ ഒരു ബാഗ് എന്ന് പറയുന്നത് 25 kg ബാഗാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 25 kg അപ്രോക്സിമേറ്റ് ഒരു 20 സ്ക്വയർ ഫീറ്റോളം കവർ ചെയ്യാൻ സാധിക്കും. അത് നമ്മുടെ വാളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വാളിൽ അൺഡിലേഷൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വ്യത്യാസം വരും. സർ, അപ്പോൾ ഏകദേശം എത്ര തിക്നെസ്സിൽ നമ്മൾ യൂസ് ചെയ്താലാണ് വാൾസിന് ഡ്യൂറബിലിറ്റി കിട്ടുക? തിക്നെസ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി 12 mm തിക്നെസ് ആണ് വാളിന് കൊടുക്കുന്നത്. വളരെയധികം അൺഡിലേഷൻസ് ഒക്കെ ഉള്ള വാളുകളാണെങ്കിൽ ഈ 12 mm തിക്നെസ് അല്ല, ചിലപ്പോൾ കൂടാൻ കുറയാം. ഓക്കെ സർ, അപ്പോൾ നമുക്ക് ഈ DK ജിപ്സത്തിനെ പറ്റി കൂടുതൽ അറിയാൻ നമുക്ക് എങ്ങനെയാണ് സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉണ്ടോ? സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും സെർച്ച് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും DK ജിപ്സത്തിനെ കുറിച്ച്. ഓക്കെ സർ, അപ്പോൾ താങ്ക് യു.